learn commerce. Please like, share and subscribe. Hi all, welcome to the class. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എക്സിം ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ലോക്കൽ ഏരിയ ബാങ്ക്സ്, പേയ്മെൻറ്റ് ബാങ്ക്സ്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കാം എക്സിം ബാങ്ക് ഓർ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. എക്സിം ബാങ്ക് വാസ് സെറ്റപ്പ് ഇൻ ജാനുവരി 1982. ജാനുവരി 1982 എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഓപ്പറേഷൻസ് കമൻസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് മാർച്ച് 1982 ഒരു പബ്ലിക് സെക്ടർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സ്പെഷ്യൽ ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പബ്ലിക് സെക്ടർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ആക്ട് വന്നിട്ടുള്ളത് 1981 ദ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1981. നെക്സ്റ്റ് ഇത് ഈസ് wholly owned by ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് സെറ്റപ്പ് ഇൻ 1982. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1982 അത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഹോളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അതിനെ മൊത്തമായിട്ടും ഓൺ ചെയ്യുന്നത്. ഫോർ ഫിനാൻസിങ്, അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഫോർ ഫിനാൻസിങ് ഓർ ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ഫോറിൻ ട്രേഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിനെ ഫിനാൻസ് ചെയ്യുക, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എക്സിം ബാങ്കിൻ്റെ മെയിൻ എയിം. ഇറ്റ് വർക്ക് ആസ് ദ അപ്പെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ഫോറിൻ ട്രേഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഫോറിൻ ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന അപ്പെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എക്സിം ബാങ്ക്. ദ എൻറ്റയർ ബിസിനസ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലേറ്റിംഗ് ടു എക്സ്പോർട്ട് ഫിനാൻസിങ് ഹാസ് ബീൻ ടേക്കൺ ഓവർ ബൈ ദിസ് ബാങ്ക്. IDBI ആയിരുന്നു ഈ ഒരു ബാങ്ക് ഫോം ചെയ്യുന്നത് വരെ എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫിനാൻസിങ് ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അവരുടെ എൻറ്റയർ ബിസിനസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ഫീൽഡിലെ എല്ലാ ബിസിനസ്സും ഏറ്റെടുത്തത് എക്സിം ബാങ്ക് ആണ്. എക്സിം ബാങ്ക് ഈസ് മാനേജ്ഡ് ബൈ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിനെ മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, which has representative from the government, Reserve Bank of India, Export Credit Guarantee Corporation of India, a financial institution, public sector banks and business communities. ഇങ്ങനെയുള്ള ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. ഇതിൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും, RBI നിന്ന്, അതുപോലെ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനിലെ റെപ്രസെൻറ്റേറ്റീവ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്ന്, പബ്ലിക് സെക്ടർ ബാങ്ക്സ് നിന്ന്, അങ്ങനെ ബിസിനസ് കമ്മ്യൂണിറ്റി, അങ്ങനെയുള്ള പല ഫീൽഡിൽ നിന്നുള്ള ആളുകൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പേഴ്സ് ആയിരിക്കും. ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്സിം ബാങ്ക്. ഫസ്റ്റ് വൺ, ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഫിനാൻസ്, ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊമോട്ട് ഫോറിൻ ട്രേഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫോറിൻ ട്രേഡിനെ ഫിനാൻസ് ചെയ്യുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് മെയിൻ പർപ്പസ് ഓഫ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ്, coordinating the working of institutions engaged in financing export and import trade of India. ഇന്ത്യയിൽ എക്സ്പോർട്ടും അല്ലെങ്കിൽ ഇമ്പോർട്ട് ട്രേഡിനെ ഫിനാൻസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് എക്സിം ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവാണ്. തേർഡ് വൺ, ടു ഫിനാൻസ് ഇന്ത്യൻ എക്സ്പോർട്സ് ദാറ്റ് ലീഡ്സ് ടു കോൺട്രിബ്യൂട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ടു അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിലേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കൊണ്ടുവരുന്ന ഇന്ത്യൻ എക്സ്പോർട്സിനെ ഫിനാൻസ് ചെയ്യുക. അപ്പോൾ എക്സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എക്സിം ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവാണ്. ലാസ്റ്റ് വൺ, ടു കളക്ട്, കമ്പൈൽ ആൻഡ് ഡിസെമിനേറ്റ് മാർക്കറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റെസ്പെക്ട് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്യുക, കമ്പൈൽ ചെയ്യുക, ഡിസെമിനേറ്റ് ചെയ്യുക മാർക്കറ്റിൽ. ഇതും എക്സിം ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഇത്രയാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എക്സിം ബാങ്ക്. നെക്സ്റ്റ് വൺ, ഫങ്ഷൻസ് ഓഫ് എക്സിം ബാങ്ക്. It provides financial help for the export or import of goods and services not only of India but also of third world countries. അപ്പോൾ എക്സിം ബാങ്ക് ഫിനാൻഷ്യൽ ഹെൽപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയിലെ മാത്രമല്ല തേർഡ് വേൾഡ് കൺട്രീസ്, ഇന്ത്യക്ക് പുറത്തുള്ള കൺട്രീസിലും എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും വേണ്ടി ഫിനാൻസ് ചെയ്യുന്നുണ്ട് എക്സിം ബാങ്ക്. സെക്കൻഡ് വൺ, it provide financial help for export and import of machinery and equipment on lease basis. ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക, മെഷീനറി ഇമ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മെഷീനറി എക്സ്പോർട്ട് ചെയ്യാനും വേണ്ടിയുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പും എക്സിം ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, ഫിനാൻസിങ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ്. അപ്പോൾ ഫോറിൻ കൺട്രീസിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സിന് ഫിനാൻസ് ചെയ്യുന്നുണ്ട് എക്സിം ബാങ്ക്. ഫോർത്ത് വൺ, ഇറ്റ് പ്രൊവൈഡ് ലോൺസ് ടു ഇന്ത്യൻ പാർട്ടീസ് സോ ആസ് ടു ഇനേബിൾ ഇറ്റ് ടു contribute in the share capital of joint venture in a foreign country. അപ്പോൾ ഫോറിൻ കൺട്രിയിൽ ജോയിൻറ്റ് വെഞ്ചറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ഇന്ത്യൻ പാർട്ടീസിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സിം ബാങ്ക്. അപ്പം ഓർക്കുക, ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ ജോയിന്റ് വെഞ്ചേഴ്സിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പാർട്ടീസിന് എക്സിം ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് വൺ, അണ്ടർടേക്സ് എ ലിമിറ്റഡ് മെർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റീസ്. ലിമിറ്റഡ് ആയിട്ടുള്ള മെർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റീസും എക്സിം ബാങ്ക് ചെയ്യാറുണ്ട്. ലൈക്ക് എന്താണ്, അണ്ടർ റൈറ്റ് ചെയ്യുക, ഷെയർസിന്റെ ഡിബഞ്ചേഴ്സിന്റെ അണ്ടർ റൈറ്റിംഗ് പോലുള്ള മെർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റീസും എക്സിം ബാങ്ക് ചെയ്യാറുണ്ട്. ലാസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പാർട്ടീസ് എൻഗേജ്ഡ് ഇൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടർ. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടറിൽ എൻഗേജ് ചെയ്യുന്ന പാർട്ടീസിന് ടെക്നിക്കൽ ആയിട്ടുള്ള, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും എക്സിം ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിനെ കുറിച്ച് അറിയേണ്ട കാര്യമാണ് എൻറ്റയർ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ. അതിന്റെ മൊത്തമായിട്ടുള്ള പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലും ഹെൽഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇറ്റ് ക്യാൻ റേസ് ഫണ്ട്സ് ബൈ വേ ഓഫ് ബോറോയിങ് ഫ്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ദി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പം അതിന് എമൗണ്ട് ആവശ്യം വരുമ്പോൾ, ക്യാഷ് ആവശ്യം വരുന്ന സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും RBIയുടെ കയ്യിൽ നിന്നും ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാൻ കഴിയും. ഇത്രയാണ് എക്സിം ബാങ്കിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, കോപ്പറേറ്റീവ് ബാങ്ക്സ്. Cooperative banks are institutions established on the principle of cooperation and it deals in ordinary banking business. Ordinary banking business ചെയ്യുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് അവരുടെ പ്രിൻസിപ്പിൾസ്, അവർ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് കോപ്പറേഷൻ്റെ ആയിരിക്കും. അതുപോലെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഓർഡിനറി ബാങ്കിങ് ബിസിനസ് ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ടു എക്സ്റ്റെൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ഫാർമേഴ്സ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ഫാർമേഴ്സിനും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊമോട്ട് ദ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് എമംഗ് ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ്. അപ്പം ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ്, വളരെ കുറവ് വരുമാനമുള്ള ആളുകളുടെ ഇടയിൽ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റും മീൻസ് സമ്പാദ്യശീലവും സെൽഫ് ഹെൽപ്പും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് കോപ്പറേറ്റീവ് ബാങ്ക്സ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ദർ ഇസ് നോ പ്രോഫിറ്റ് മോട്ടീവ്. കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവ് അല്ല. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ടു മീറ്റ് ദ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് സ്മോൾ ഫാമേഴ്സ്, ആർട്ടിസൻസ് എക്സെട്ര. അപ്പം ചെറുകിട ഫാമേഴ്സും ആർട്ടിസൻസിൻ്റെ ഒക്കെ ഇടയിൽ അവർക്ക് ആവശ്യമാവുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഹെൽപ്സ്, അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ കംപ്രൈസസ് ഓഫ് 2 മെയിൻ കോമ്പോണൻസ്. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചറിൽ മെയിനായിട്ട് 2 കോമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. സെക്കൻഡ് വൺ റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അർബൻ ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താണ്? വൈൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവ് എ സിംഗിൾ ടയർ സ്ട്രക്ചർ, റൂറൽ കോപ്പറേറ്റീവ്സ് ഹാവ് എ കോംപ്ലക്സ് സ്ട്രക്ചർ. ഈ കോമ്പോണൻസ് ആയിട്ടുള്ള 2 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന് സിംഗിൾ ടയർ സ്ട്രക്ചർ ആണുള്ളത്. റൂറൽ കോപ്പറേറ്റീവിനാണെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പം റൂറൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് 2 ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറും ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ ഷോർട്ട് ടേമിലും കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ലോങ് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഷോർട്ട് ടേം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത്തരം ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലേക്കായിരിക്കും. അപ്പോൾ ലോങ് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസ് എന്ന് പറയുന്നത് ലോങ് ടേമിലേക്കായിരിക്കും. അപ്പോൾ ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിൽ വരുന്ന 3 ടയേഴ്സ് ആണ് പാക്സ്, DCCB, SCBs. പാക്സ് എന്ന് പറയുന്നത് ബേസ് ലെവലിലാണ് അല്ലെങ്കിൽ വില്ലേജ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ബാങ്കുകളാണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. DCCB ആണെങ്കിൽ എന്താണ്? ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. അവർ ഇന്റർമീഡിയറ്റ് ലെവലിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മിഡിൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ബാങ്കുകളാണ് DCCBs. നെക്സ്റ്റ് XCB അല്ലെങ്കിൽ എന്താണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വർക്ക് ചെയ്യുന്നത് അപ്പെക്സ് ലെവലിലാണ്. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബാങ്കുകളാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു STCCS മീൻസ് ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ള ബാങ്ക്സ് മോസ്റ്റ്ലി പ്രൊവൈഡ് ക്രോപ്പ് ആൻഡ് അതർ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ്. അപ്പം ക്രോപ്പ് ലോൺസും അതുപോലെ അതർ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസും ഷോർട്ട് പീരീഡിലേക്ക് ഫാമേഴ്സിനും റൂറൽ ആർട്ടിസൻസിനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് STCCSന്റെ മെയിൻ പർപ്പസ്. നെക്സ്റ്റ് ലോങ് ടേം സ്ട്രക്ചർ ഓഫ് റൂറൽ കോപ്പറേറ്റീവ്സ് ആണ്.
ലോങ് ടേം സ്ട്രക്ചറിൽ രണ്ടെണ്ണമാണ് വരുന്നത്. PCRDB ആണ് ബേസ് ലെവലിൽ വരുന്നത്. SCRDB ആണ് സ്റ്റേറ്റ് ലെവലിൽ വരുന്നത്. ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിൽ വർക്ക് ചെയ്യുന്ന ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ള ബാങ്ക്സ് ആണ് PCRDBs അല്ലെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. നെക്സ്റ്റ് അത് അപ്പെക്സ് ലെവലിൽ പോകുന്ന സമയത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കായി മാറും. അപ്പം സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ SCRDB, പ്രൈമറി ലെവലിലാണെങ്കിൽ ബ്ലോക്ക് ലെവലിലാണെങ്കിൽ PCRDB. അപ്പോൾ ഇവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് ടിപ്പിക്കലി എ മീഡിയം ടു ലോങ് ടേം ലോൺസ് ഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ, റൂറൽ ഇൻഡസ്ട്രീസ് ആൻഡ് ലേറ്റ്ലി ഹൗസിംഗ്. അപ്പം ഇവരുടെ മെയിൻ പർപ്പസ്, ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോങ് ടേം ലോൺസിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുക, റൂറൽ ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. ലേറ്റ്ലി എന്താണ് പിന്നീട് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള സർവീസ് ആണ് ഹൗസിംഗ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. ഇത്രയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ലോക്കൽ ഏരിയ ബാങ്ക്സ് ഓർ ലാബിനെ കുറിച്ചാണ്. അപ്പോൾ ലാബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് 1996 അപ്പോൾ ഇത്തരം ബാങ്കുകളുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫോർ പ്രൊമോട്ടിംഗ് റൂറൽ സേവിങ്സ് ആസ് വെൽ ആസ് ദ പ്രൊവിഷൻ ഓഫ് ക്രെഡിറ്റ് ഫോർ വയബിൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദി ലോക്കൽ ഏരിയാസ്. അപ്പോൾ ലോക്കൽ ഏരിയാസിൽ വയബിൾ ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിന് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ റൂറൽ സേവിങ്സ് പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ലോക്കൽ ഏരിയ ബാങ്ക്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി പ്രൊമോട്ടഡ് ബൈ ഇൻഡിവിജ്വൽസ്, കമ്പനീസ്, ട്രസ്റ്റ്, സൊസൈറ്റീസ്. അപ്പോൾ ലോക്കൽ ഏരിയ ബാങ്ക്സിന്റെ ഫങ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വൽസിനും, കമ്പനീസിനും, ട്രസ്റ്റിനും, സൊസൈറ്റീസിനും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ വിൽ ബി മാക്സിമം ഓഫ് 3 കണ്ടിന്യൂസ് ഡിസ്ട്രിക്ട്സ് ആൻഡ് രജിസ്റ്റേർഡ് ഓഫീസ് വിൽ ബി വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ലാബ്സിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 ഡിസ്ട്രിക്റ്റിൽ മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷനിൽ തന്നെ ആയിരിക്കണം. ആൻഡ് ദീസ് ബാങ്ക്സ് വിൽ എസ്റ്റാബ്ലിഷ്ഡ് ആസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഇൻ പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ടാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ലോക്കൽ ഏരിയ ബാങ്ക്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അലോ ചെയ്യുന്നത് 1996 മുതലാണ്. RBI അതിന് പേരിൽ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് റൂറൽ സേവിങ്സും അതുപോലെ വയബിൾ എക്കണോമിക് ആക്ടിവിറ്റീസിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽസിനും, കമ്പനീസിനും, ട്രസ്റ്റിനും, സൊസൈറ്റീസിനും ആർക്ക് വേണമെങ്കിലും ലോക്കൽ ഏരിയ ബാങ്ക്സിനെ പ്രൊമോട്ട് ചെയ്യുക. അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് 3 കണ്ടിന്യൂസ് ഡിസ്ട്രിക്ട്, രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ്റെ ഉള്ളിലും ആയിരിക്കണം. ദ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 5 crore. അപ്പം ലോക്കൽ ഏരിയ ബാങ്ക്സിന്റെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 crores ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 3 ലോക്കൽ ഏരിയ ബാങ്ക്സ് ആണ് നിലനിൽക്കുന്നത്. ഫസ്റ്റ് വൺ വിജയവാഡയിലുള്ള കോസ്റ്റൽ ലോക്കൽ ഏരിയ ബാങ്ക് ലിമിറ്റഡ്, നെക്സ്റ്റ് കോലാലംപൂരിലുള്ള സുബ്രത ലോക്കൽ ഏരിയ ബാങ്ക്, നെക്സ്റ്റ് കൃഷ്ണ ഭീമ സമൃദ്ധി ലോക്കൽ ഏരിയ ബാങ്ക്സ് ഇൻ മെഹബൂബ് നഗറിലുള്ള കൃഷ്ണ ഭീമ സമൃദ്ധി ലോക്കൽ ഏരിയ ബാങ്ക്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേയ്മെന്റ് ബാങ്ക്സിനെ കുറിച്ചാണ്. ഇപ്പോൾ പേയ്മെന്റ് ബാങ്ക്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ഇനീഷ്യേറ്റീവ് ആണ് പേയ്മെന്റ്സ് ബാങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈമറിലി മെയിൻ പർപ്പസ് വന്ന് ടു പ്രൊമോട്ട് ഡിജിറ്റൽ, പേപ്പർലെസ് ആൻഡ് ക്യാഷ്ലെസ് ബാങ്കിങ് ഇൻ അവർ നാഷൻ. നമ്മുടെ രാജ്യത്ത് ഡിജിറ്റലും ആയിട്ടുള്ള പേപ്പർലെസ് ആയിട്ടുള്ള ക്യാഷ്ലെസ് ആയിട്ടുള്ള ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പേയ്മെന്റ് ബാങ്ക്സിന്റെ മെയിൻ പർപ്പസ്. It is an approach in which other non-banking financial organizations are granted the authority to offer the basic bank services to every Indian citizen. അപ്പോൾ ഈ ഒരു അപ്രോച്ചിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മേജായിട്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ്, ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാത്ത നോൺ ബാങ്കിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസിന് ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് സർവീസസ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക, ഇന്ത്യൻ സിറ്റിസൺസിന് പ്രൊവൈഡ് ചെയ്യാനുള്ള പെർമിഷൻ ഗ്രാൻഡ് ചെയ്തു. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആണ് എയർടെൽ പേയ്മെന്റ് ബാങ്ക്സ്. എയർടെൽ പേയ്മെന്റ് ബാങ്കിങ് തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൺലൈൻ ലൈവ് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. രാജസ്ഥാനിലാണ് അവരത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പേയ്മെന്റ് ബാങ്ക് ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് അപ് ടു മാക്സിമം ഓഫ് 1 lakh rupees പെർ ഇൻഡിവിജ്വൽ കസ്റ്റമർ. അപ്പോൾ പേയ്മെന്റ് ബാങ്ക്സിന് മാക്സിമം 1 lakh rupees വരെ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ആയിട്ട് റിസീവ് ചെയ്യാം. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സും സേവിങ് ഡെപ്പോസിറ്റ്സും
ആണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നല്ല, ഡിമാൻഡ് ഡെപ്പോസിറ്റും സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റും ആണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്ന്, അതുപോലെ സ്മോൾ ഫേംസ്, അതർ എൻറ്റിറ്റീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ അവർ ഡെപ്പോസിറ്റ്സ് റിസീവ് ചെയ്യാറുണ്ട്. പേയ്മെൻറ്റ് ബാങ്ക്സ് ക്യാൻ പേ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ജസ്റ്റ് ലൈക്ക് എ നോർമൽ ബാങ്ക്സ്. അപ്പോൾ നോർമൽ ബാങ്ക്സിനെ പോലെ തന്നെ പേയ്മെൻറ്റ് ബാങ്ക്സിനും നോർമൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡെപ്പോസിറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, മൊബൈൽ ബാങ്കിങ് എല്ലാം ആക്സസ് ചെയ്യാൻ കഴിയുന്നത് പേയ്മെൻറ്റ് ബാങ്ക്സിലൂടെയാണ്. RTGS, നെഫ്റ്റ്, IMPS ഇതൊക്കെ എന്താണ് പേയ്മെൻറ്റ് ബാങ്ക്സ് വഴി കസ്റ്റമേഴ്സിന് ചെയ്യാൻ കഴിയും. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്ക്സിന് RTGS, നെഫ്റ്റ് പോലുള്ള ഫെസിലിറ്റീസ് അതിൻ്റെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. എ പേയ്മെൻറ്റ് ബാങ്ക് ആപ്പ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ദ യൂട്ടിലിറ്റി ബിൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ടും പേയ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ആപ്പുകൾ യൂസ് ചെയ്യാം. എ പേയ്മെൻറ്റ് ബാങ്ക് ക്യാൻ ഇൻവോൾവ് പ്രൊവൈഡിങ് basic financial services like access to mutual fund, insurance product, pension products, forex services subject to the conditions set by RBI. RBI സെറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ബാങ്ക്സിന് പല ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ലൈക്ക് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് ഡീൽ ചെയ്യാം, ഇൻഷുറൻസ് പ്രോഡക്ട്സുമായിട്ട്, പെൻഷൻ ഫണ്ട്സ്, ഫോറക്സ് സർവീസസും ഒക്കെ ആയിട്ട് പേയ്മെൻറ്റ് ബാങ്ക്സിന് പ്രവർത്തിക്കാൻ കഴിയും. നെക്സ്റ്റ്, RBI ഗൈഡ്ലൈൻസ്. ദീസ് പേയ്മെൻറ്റ് ബാങ്ക്സ് കനോട്ട് ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ്സ്. RBIയുടെ ഗൈഡ്ലൈൻസ് ഉണ്ട്, പേയ്മെൻറ്റ് ബാങ്ക്സിന് ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ് അതിൻ്റെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. കനോട്ട് ഡീൽ വിത്ത് എനി കൈൻഡ് ഓഫ് ലെൻഡിങ് ബിസിനസ്. അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള ലെൻഡിങ് ബിസിനസ്സും അവർക്ക് ചെയ്യാൻ കഴിയില്ല. കനോട്ട് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ഓർ NRIs. ഇപ്പോൾ NRIs അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഇത്രയാണ് പേയ്മെൻറ്റ് ബാങ്ക്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ്, ഇന്ത്യ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ IPPB. അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 30th January 2017 റാഞ്ചിയിലും റായ്പൂരിലുമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. IPPB ഈസ് ഓഫറിംഗ് സേവിംഗ് അക്കൗണ്ട് അപ് ടു 1 lakh. ഇപ്പോൾ ഏതൊരു പേയ്മെൻറ്റ് ബാങ്കിനെ പോലെ തന്നെ 1 lakh rupees വരെ സേവിംഗ് അക്കൗണ്ടിൽ അത് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യും. അലോങ് വിത്ത് ഡിജിറ്റലി എനേബിൾഡ് പേയ്മെൻറ്റ്സ് ആൻഡ് റെമിറ്റൻസ് സർവീസസ് ഓഫ് ഓൾ കൈൻഡ്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. നെക്സ്റ്റ്, ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പുറമെ എല്ലാ രീതിയിലുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് ഫെസിലിറ്റീസും റെമിറ്റൻസ് സർവീസസും പേയ്മെൻറ്റ് ബാങ്ക്സ് ആയിട്ടുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആണ്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് വിൽ അണ്ടർടേക്ക് ബേസിക് ബാങ്കിങ് ആക്ടിവിറ്റീസ് ഓഫ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ്. അപ്പോൾ ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുകയും ലെൻഡ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ബാങ്കുകളാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. അതുപോലെ തന്നെ അൺസേർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ സെർവ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന്, രാജ്യത്തെ ബാങ്കിങ് ഫെസിലിറ്റീസ് ഒന്നും കിട്ടാത്ത ഇരിക്കുന്ന ആളുകളെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും സ്മോൾ ഫിനാൻസ് ബാങ്ക്സിൻ്റെ ഡ്യൂട്ടിയാണ്. ഇറ്റ് വിൽ പ്രൊവൈഡ് ബാങ്കിങ് ഫെസിലിറ്റി ടു ദ അൺബാങ്ക്ഡ് സെക്ഷൻസ് ആൻഡ് ദെർബൈ ബൂസ്റ്റിംഗ് സേവിംഗ് ഹാബിറ്റ്സ്. അൺബാങ്ക്ഡ് ആയിട്ടുള്ള സെക്ഷൻസ്, ബാങ്കുമായിട്ട് ഫംഗ്ഷൻസിലൊന്നും അല്ലെങ്കിൽ ഡീലിങ്സിലൊന്നും ഏർപ്പെടാത്ത ഭാഗങ്ങളെ ആകാത്ത ജനങ്ങളെ ബേസിക് ആയിട്ടുള്ള സേവിംഗ് ഹാബിറ്റ്സിന് അവരുടെ ഇടയിൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് സ്മോൾ ഫിനാൻസ് ബാങ്ക്സിൻ്റെ മെയിൻ പർപ്പസ് ആണ്. ഇറ്റ് വിൽ മെയിൻലി ടാർഗറ്റ് സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്, മാർജിനൽ ഫാമേഴ്സ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ എൻറ്റിറ്റീസ് ത്രൂ ഹൈ ടെക്നോളജി ലോ കോസ്റ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ഒരു ബാങ്ക്സ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ചെറുകിട വ്യവസായങ്ങളെയും മാർജിനൽ ഫാമേഴ്സിനെയും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ള എൻറ്റിറ്റീസിനെയാണ്. അവർക്ക് ഹൈ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ലോ കോസ്റ്റ് ഓപ്പറേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.